ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുറമ്പോക്ക് ഭൂമിയും അതിൽ നിന്ന് നിയമപരമായി പതിച്ചെടുക്കാൻ കഴിയുന്ന ഭൂമികൾ ഏതൊക്കെയാണെന്നും അതിനുള്ള വ്യവസ്ഥകളും സംബന്ധിച്ചാണ്. പുറമ്പോക്ക് ഭൂമി എന്നത് പൊതുവെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. റവന്യൂ രേഖകളിൽ ഇത് സർക്കാർ വകയായി രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ എല്ലാ പുറമ്പോക്ക് ഭൂമികളും ഒരേ തരത്തിലല്ല. ചിലത് പൊതുപ്രയോജനത്തിനായി സംരക്ഷിച്ചവയാണ്, ചിലത് പ്രത്യേക വിഭാഗങ്ങൾക്കായി വിതരണം ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പുറമ്പോക്ക് എന്ന പേരുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം വാങ്ങിക്കൊള്ളാം എന്ന ധാരണ തെറ്റാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് പതിച്ചെടുക്കൽ എന്നത് എന്താണെന്നതാണ്. പതിച്ചെടുക്കൽ എന്നത് സർക്കാർ നിശ്ചിത നിയമവ്യവസ്ഥകൾ പ്രകാരം ഒരു വ്യക്തിക്ക് ഭൂമി അനുവദിക്കുന്ന നടപടിയാണ്. ഇത് സാധാരണയായി അപേക്ഷ, പരിശോധന, യോഗ്യതാ പരിശോധന, തുടർന്ന് ഉത്തരവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി സ്വമേധയാ നിയമപരമാകില്ല. സർക്കാർ പ്രത്യേക ഉത്തരവ് നൽകിയാൽ മാത്രമേ അത് സാധ്യമാകൂ. ഇപ്പോൾ ചോദ്യം: ഏത് തരത്തിലുള്ള പുറമ്പോക്ക് ഭൂമികളാണ് സാധാരണയായി പതിച്ചെടുക്കാൻ പരിഗണിക്കപ്പെടുന്നത്? ഒന്നാമതായി, വാസയോഗ്യമായി ഉപയോഗിക്കാൻ സർക്കാർ അനുവദിക്കുന്ന ചില ഡ്രൈ ലാൻഡ് പുറമ്പോക്ക് ഭൂമികൾ. ഇവ പൊതുപ്രയോജനത്തിനായി സംരക്ഷിച്ചിട്ടില്ലാത്തതും ഭാവിയിൽ സർക്കാർ പദ്ധതികൾക്കായി ആവശ്യമില്ലാത്തതുമായ ഭൂമികളായിരിക്കണം. സാധാരണയായി ഭൂമിയില്ലാത്തവർക്കോ സാമ്പത്തികമായി പിന്നാക്ക വിഭാഗങ്ങൾക്കോ സർക്കാർ പദ്ധതികളിലൂടെ ഇത്തരം ഭൂമികൾ അനുവദിക്കാറുണ്ട്. രണ്ടാമതായി, ദീർഘകാലമായി താമസിച്ചു വരുന്ന ഭൂമിയില്ലാത്ത കുടുംബങ്ങൾ. സർക്കാർ ചില സമയങ്ങളിൽ പ്രത്യേക റെഗുലറൈസേഷൻ പദ്ധതികൾ കൊണ്ടുവരാം. എന്നാൽ ഇത് പൊതുവായ അവകാശമല്ല. ഓരോ കേസും പ്രത്യേകം പരിശോധിച്ചാണ് തീരുമാനമെടുക്കുന്നത്. മൂന്നാമതായി, കൃഷിക്ക് ഉപയോഗിക്കാവുന്ന ചില വിഭാഗം ഭൂമികൾ. എന്നാൽ ഇത് സാധാരണയായി ജലാശയങ്ങൾക്കോ നദീതടങ്ങളിലോ ബാധകമല്ല. ഭൂമി കൃഷിക്ക് അനുയോജ്യമാണോ, പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമേ തീരുമാനമുണ്ടാകൂ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത് പുറമ്പോക്ക് ഭൂമികൾ ഒരിക്കലും പതിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ്. റോഡ് പുറമ്പോക്ക് ഭൂമി, കുളം, തോട്, കനാൽ, നദീതടം എന്നിവ. പൊതുവഴികൾക്കും ഗതാഗത സൗകര്യങ്ങൾക്കുമായി മാറ്റിവെച്ച ഭൂമികൾ. സ്കൂൾ, ആശുപത്രി, ഓഫീസ് തുടങ്ങിയ പൊതുസ്ഥാപനങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്ത ഭൂമികൾ. പരിസ്ഥിതി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിച്ച ഭൂമികൾ. ഇത്തരത്തിലുള്ള ഭൂമികൾ പൊതുപ്രയോജനത്തിനുള്ളതിനാൽ സാധാരണയായി അനുവദിക്കുകയോ റെഗുലറൈസ് ചെയ്യുകയോ ചെയ്യാറില്ല. പ്രത്യേകിച്ച് ജലാശയങ്ങൾ കൈവശപ്പെടുത്തുന്നത് പരിസ്ഥിതി നിയമങ്ങൾ പ്രകാരം ഗൗരവമുള്ള കുറ്റമായി കണക്കാക്കപ്പെടും. പതിച്ചെടുക്കൽ നടപടിക്രമം എങ്ങനെ നടക്കുന്നു എന്നതും അറിയേണ്ടതാണ്. അപേക്ഷ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ ഓഫീസിൽ സമർപ്പിക്കണം. തുടർന്ന് സ്ഥല പരിശോധന നടക്കും. സർവേ നടത്തും. സർക്കാർ ആവശ്യകത പരിശോധിക്കും. യോഗ്യത തെളിയിക്കണം. പിന്നീട് ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ അനുമതിയോടെ ഉത്തരവ് പുറപ്പെടുവിക്കാം. എല്ലാ നടപടികളും നിയമപരമായ രേഖകളോടുകൂടിയാണ് നടക്കേണ്ടത്. വർഷങ്ങളായി താമസിക്കുന്നുവെന്ന അലോൺ കാരണം ഭൂമി സ്വയം നിങ്ങളുടെ ഉടമസ്ഥതയാകില്ല. കോടതിയിൽ തെളിയിക്കേണ്ട സങ്കീർണമായ നിയമപ്രക്രിയകൾ ഉണ്ടാകും. അതുകൊണ്ട് പുറമ്പോക്ക് ഭൂമി പിടിച്ചാൽ പിന്നീട് പതിച്ചെടുക്കാം എന്ന തെറ്റായ ധാരണ ഒഴിവാക്കണം. സർക്കാർ നയം, ഭൂമിയുടെ സ്വഭാവം, പൊതുപ്രയോജന ബാധ്യത, പരിസ്ഥിതി നിയമങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചാണ് അന്തിമ തീരുമാനമുണ്ടാകുന്നത്. ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഭൂമിയുടെ സ്വഭാവം റവന്യൂ രേഖകളിൽ പരിശോധിക്കുക. സർവേ നമ്പർ ഉപയോഗിച്ച് വില്ലേജ് സോണിൽ നിന്നും വ്യക്തമായ വിവരം ശേഖരിക്കുക. നിയമപരമായി യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ നൽകാവൂ. അനധികൃതമായി കെട്ടിടം പണിയുന്നത് ഒഴിവാക്കുക. അവസാനമായി പറയേണ്ടത് ഇതാണ്: എല്ലാ പുറമ്പോക്ക് ഭൂമികളും പതിച്ചെടുക്കാൻ കഴിയില്ല. ചില പ്രത്യേക വിഭാഗങ്ങളും നിയമപരമായി യോഗ്യതയുമുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് സർക്കാർ പരിഗണിക്കുക. പൊതുപ്രയോജന ഭൂമികൾ സംരക്ഷിക്കുക ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. നിയമം പാലിച്ചാൽ മാത്രമേ ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ.